അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഓതൻറ്റിക്കേഷൻ പരിപാടി എന്നൊരു കാര്യം നോക്കാം. അപ്പോൾ ഒരു യൂസർ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഈ സൈനപ്പ് വിത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ് എന്ന സംഭവം ഫയർ ബേസിൻ്റെ സൈനപ്പ് വിത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ സൈനപ്പ് ചെയ്യും. സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ടോക്കൺ കിട്ടും. അതായത് നമുക്ക് എന്ത് കിട്ടും? ടോക്കൺ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടോക്കൺ കിട്ടും. ഈ ടോക്കൺ നമ്മൾ കുക്കീസ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അത് മാത്രമല്ല, സൈനപ്പ് പ്രൊസീജിയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോങ്കോ ഡി ബിയിൽ അയാളുടെ ഇമെയിൽ അഡ്രസ്സ് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് റിട്ടേൺ കിട്ടുന്ന ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് നമ്മളൊരു മാനേജർ ഡി ബി എന്ന് പറയുന്ന ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യും. അതായത് മാനേജേഴ്സിൻ്റെ ഡി ബി മോങ്കോ ഡി ബിയിലുണ്ട്. മോങ്കോ ഡി ബിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് മാനേജർ എന്ന് പറയുന്ന ഡി ബിയിലോട്ട് ഇയാളുടെ പേര്, നെയിം, കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ബഡ്ജറ്റ് കൊടുക്കാൻ പോകുന്നത് 15 ആണെങ്കിൽ 15 ആണ് മാക്സിമം ബഡ്ജറ്റ്. എത്ര സ്പെൻഡ് ചെയ്തു എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ടാവും. പിന്നെയുള്ള അപ്പോൾ പ്ലേയേഴ്സൊക്കെ ഒന്നുമില്ല, പ്ലേയേഴ്സൊക്കെ ബ്ലാങ്ക് ആക്കി കൊടുക്കും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് അത്യാവശ്യം വേണ്ട. പ്രൊഫൈൽ പിക്കും കവർ പിക്കും ഡിഫോൾട്ടായിട്ട് ഉണ്ടാവില്ല. മാനേജർ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴും കയറാം എന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. അത് കഴിച്ചിട്ട് അയാൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ അയാളുടെ അവിടെ ഫോട്ടോയും ഇല്ല, കവർ പിക്കൊന്നുമില്ല. അപ്പോൾ ഇത് കിട്ടി കഴിയുമ്പോഴേക്കും ഇവിടെ കവർ പിക്കൊക്കെ നമ്മൾ ആഡ് ചെയ്യും. അതേപോലെ തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാൻറ്റസി പ്ലെയേഴ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഫാൻറ്റസി പ്ലേയേഴ്സ്, ഈ ഫാൻറ്റസി ലീഗിൻ്റെ പരിപാടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫാൻറ്റസി പ്ലെയേഴ്സ് ഉണ്ട്. ഈ ഫാൻറ്റസി പ്ലെയേഴ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ISLൻ്റെ API വെച്ചിട്ട് കോൾ ചെയ്ത് പ്ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസും അവരുടെ വീക്കിലിയാണ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വീക്കിലി പ്ലെയേഴ്സിനെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ബാക്ക് എൻഡിലാണെന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും. എല്ലാ ആഴ്ച ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഫാൻറ്റസി പ്ലെയേഴ്സിൻ്റെ അകത്ത് നിന്ന് മാനേജേഴ്സിൻ്റെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ മാനേജേഴ്സിന് പ്ലെയേഴ്സിനെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഈ പ്ലെയേഴ്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ പ്ലെയേഴ്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് കുറച്ച് പ്ലെയേഴ്സ് ഉണ്ടാവും. ഈ പ്ലെയേഴ്സ് ഓൾറെഡി ഈ ഫാൻറ്റസി ലീഗിലുള്ള പ്ലെയേഴ്സ് നമ്മൾ ഇവിടെ സെലക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ആ പ്ലെയറിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് പ്ലെയേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്ലെയേഴ്സിൻ്റെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ പ്ലെയേഴ്സ് ഒരു 5 പ്ലെയറുണ്ട്. ഒരാൾക്ക് 1, 2, 3 ഒക്കെ വെച്ചിട്ടാണ് അവരുടെ പോയിൻ്റ് എന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റിൻ്റെ ടോട്ടൽ എടുത്തിട്ട് നമ്മളൊരു 5 വെച്ച് ഡിവൈഡ് ചെയ്ത് നമ്പർ ഓഫ് പ്ലെയേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഈ മാനേജറിൻ്റെ പോയിൻറ്റ്സ് എടുക്കുന്നത്. സോ ഈ മാനേജറിനകത്ത് എന്തുണ്ടാവും? റാങ്കിങ്സ് എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ടാവും. മാനേജർ റാങ്കിങ് എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ടാവും ഈ ഡാറ്റാബേസിനകത്ത്. ഈ മാനേജർ ഡാറ്റാബേസിൻ്റെ കളക്ഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ റാങ്കിങ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഈ റാങ്കിങ്സിൻ്റെ അകത്തുള്ള വാല്യൂ അപ്ഡേറ്റ് ആവും. അതിനുവേണ്ടി നമ്മൾ മാനേജേഴ്സ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് മാനേജേഴ്സിൻ്റെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും.